ഹായ് മക്കളെ, നീറ്റ് കഴിഞ്ഞു, റീനീറ്റ് കഴിഞ്ഞല്ലേ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോയൊരു ട്രോമ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. സോ റീനീറ്റിൻ്റെ ഒരു പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മെയ് മാസത്തിൽ നടന്ന നീറ്റ് എക്സാമിൻ്റെ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു പാറ്റേൺ ആണ് നമ്മൾ റീനീറ്റിൽ നമ്മൾ കണ്ടത്. ആൾറെഡി നിങ്ങളുടെ സ്കോർ എത്രയാണെന്നൊക്കെ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവൈലബിൾ ആയിട്ടുള്ള ആൻസർ കീ ഒക്കെ വെച്ചുകൊണ്ട് തന്നെ. സോ അതിൽ നിന്ന് നമ്മുടെ ഒരു കട്ട് ഓഫ് ഇപ്രാവശ്യം എന്തായാലും ലോ ആയിരിക്കും എന്നൊരു ഐഡിയ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ഓഫിന് മുകളിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വർഷം ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കരസ്ഥമാക്കും എന്ന് ഉറപ്പുള്ള ആളുകളുണ്ട്. അതേസമയം ആ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ ആളുകളോ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അവർ രണ്ട് ഡിസിഷൻസ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടാവുക. ഒന്നുകിൽ ഇതുവരെ ഡ്രോപ്പ് ചെയ്യാം, ഇനി മറ്റെന്തെങ്കിലും ഒരു വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകാൻ തീരുമാനിക്കുന്ന ആളുകളുണ്ടാവും. അതല്ല, ഡോക്ടർ എന്ന് പറയുന്ന സ്വപ്നം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ ഒരു വർഷം കൂടി നമുക്ക് ഈ ഒരു സ്വപ്നത്തിന് പുറകെ പോകാം എന്ന് തീരുമാനിച്ചുറപ്പിച്ച ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ടാവും. അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അവർ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണമെന്നത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഒരു ഡോക്ടർ ആവണം എന്നതാണ് നിങ്ങളുടെ സ്വപ്നം. അത് ഈ ഒരു കാരണം കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല, ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ, എന്ന് വെച്ചാൽ ഇനി ഒരു വർഷം കൂടി നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ തീരുമാനിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുക, ആ തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കുക. തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് നമ്മൾ തുടങ്ങേണ്ടതുണ്ട്, സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം നോർമലി മെയ് ഒരു ഫസ്റ്റ് വീക്കോട് കൂടി നടക്കുന്ന നീറ്റ് എക്സാമും അത് കഴിഞ്ഞ് ജൂൺ ഒരു മിഡിലോട് കൂടി വരുന്ന റിസൾട്ടും അതിനുശേഷമാണ് നമ്മൾ റിപ്പീറ്റർ ബാച്ചുകൾ ആരംഭിക്കാറുള്ളത്. പക്ഷെ ഇത്തവണത്തെ നീറ്റ് ക്യാൻസൽ ആവുകയും റീനീറ്റ് കണ്ടക്ട് ചെയ്യുകയും ചെയ്തതോടുകൂടി ഏകദേശം നമ്മൾ ഒരു മാസത്തോളം പുറകിലാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ജൂലൈയോട് കൂടി മാത്രമേ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജൂണിൽ ആരംഭിക്കേണ്ട നമ്മുടെ റിപ്പീറ്റർ പ്രിപ്പറേഷൻ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ജൂലൈയിലാണ്. ഒരു മാസം നമ്മൾ ആൾറെഡി പുറകിലാണ്. സോ വീണ്ടും നിങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ ലേറ്റ് ആയാൽ സംഭവിക്കുന്നത് വീണ്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റായി പോകും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരുപാട് ബാക്ക്ലോഗ്സ് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവുക. ഇനിയുള്ള പ്രിപ്പറേഷൻ ടൈം നമുക്ക് വളരെ കുറവാണ്. 2027 നീറ്റ് എക്സാമിനേഷൻ നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മെയ് മാസത്തിൽ തന്നെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക, ഒരിക്കലും അതിനപ്പുറത്തേക്ക് പോകില്ല. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പ്രിപ്പറേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ. സോ ഒരു റിപ്പീറ്റർ ബാച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്പർ 1, അത്യാവശ്യം ബേസ് ഉള്ള ഒരാളാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ ബേസിക് ആയ കാര്യങ്ങൾ, സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു മിനിമം തിയറി ലഭിക്കുന്ന ബാച്ച് ആയിരിക്കണം നിങ്ങളുടേത്. മിനിമം തിയറി ലഭിക്കുന്ന ബാച്ചിൽ മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബാച്ച് ആയിരിക്കണം നിങ്ങളുടേത്. ഈ മാക്സിമം ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 2025 നീറ്റ് എക്സാമിനേഷൻ്റെ പാറ്റേണും 2026 റീനീറ്റിൻ്റെ ചോദ്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നീറ്റ് എക്സാമിനേഷൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഏത് ലെവൽ വരെ ഉയരപ്പെടാം അല്ലെങ്കിൽ ഉയർത്തപ്പെടാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനൊപ്പം ആ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഒരു നിലവാരം എത്രത്തോളം ആകണം എന്നൊരു ഐഡിയ നിങ്ങൾക്കുണ്ട്. സോ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. അതിനൊപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, എത്രത്തോളം നിങ്ങൾ പഠിച്ചാലും, എത്രത്തോളം ചോദ്യങ്ങൾ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും, എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ സെൽഫ് പ്രാക്ടീസ് ചെയ്താലും എക്സാമുകളിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ നീറ്റ് സ്കോർ എന്ന് കഴിഞ്ഞ 2 നീറ്റ് എക്സാമുകളിലും നിങ്ങൾ അനുഭവിച്ചൊരു കാര്യമാണ്, എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ടൈം മാനേജ്മെൻറ്റും സ്ട്രെസ് മാനേജ്മെൻറ്റും ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സോ മാക്സിമം നമ്പർ ഓഫ് മോക്ക് എക്സാമുകൾ അത് ഓൺലൈനായും ഓഫ്ലൈനായും ലഭിക്കുന്ന ബാച്ചുകളിലായിരിക്കണം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കേണ്ടത്. സോ അത്തരത്തിലൊരു ബാച്ചാണ് സൈലത്തിൻ്റെ ഫീനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ്ലി ഓൺലൈനായി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന അവസരമാണ് സൈലം ഒരുക്കുന്നത് ഫീനിക്സ് ബാച്ചിലൂടെ. അപ്പോൾ മക്കളെ, ഇനിയും നിങ്ങളൊരു തീരുമാനമെടുക്കാൻ ലേറ്റായി പോയാൽ നിങ്ങളൊരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. എത്രയും പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുക, ലേറ്റ് ആവരുത്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് സൈലത്തിൻ്റെ മൺസൂൺ ഓഫറിൽ ഡിസ്കൗണ്ടോട് കൂടി ഫീനിക്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അടിപൊളിയായി നമുക്ക് എത്രത്തോളം നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. ഗംഭീരമായി 2027 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം.